ഹലോ കൂട്ടുകാരെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എങ്ങനെ പച്ചക്കറി വേസ്റ്റ് വീട്ടിലത്തെ വേസ്റ്റിൽ നിന്നൊക്കെ ഒരു വഴുതന ചെടി ഞാൻ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വഴുതനങ്ങയ്ക്കകത്തെല്ലാം വഴുതനങ്ങ കാ പിടിച്ചിട്ടുണ്ട്. വഴുതന ചെടിക്കകത്തൊക്കെ കണ്ടോ, നിറച്ചും കായായിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് ഞാൻ ചെയ്തേക്കുന്നൊരു ജൈവ കൃഷിയാണ്. ഇതിനകത്ത് നമ്മൾ രാസവളം ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. NPK പോലും ഞാൻ ഇപ്രാവശ്യം ഇതിനകത്ത് അടിക്കാതെ തന്നെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾക്കും കാര്യങ്ങൾക്കൊന്നും ഒരു കേടുമില്ല, നല്ല സൂപ്പറായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. വീട്ടിലത്തെ പച്ചക്കറി വേസ്റ്റും നമ്മുടെ ചാണകം ഞാൻ കലക്കി ഒഴിച്ചു അതിന് ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ കൂട്ടി തന്നെ തക്കാളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് തക്കാളിക്കൊക്കെ നന്നായിട്ട് ഇതിനകത്തായിട്ടുണ്ട്. ഞാൻ കാണിക്കാവേ. അപ്പോൾ ഈ കാണുന്ന തക്കാളി എന്ന് പറഞ്ഞാൽ ഇതൊരു ആസാം തക്കാളിയാണ്. ആസാമിൽ നിന്ന് കൊണ്ടുവന്നേക്കുന്ന തക്കാളിയുടെ സക്കർ, ആ ചെടിയുടെ സക്കർ ഞാൻ വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൂവൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടോ ഇതിനകത്ത് നമുക്ക് തക്കാളിക്കാൻ കാണിക്കാം. നല്ല സൂപ്പറായിട്ട് ഇതിനകത്ത് തക്കാളിക്ക ഉണ്ടാകുന്നുണ്ട്. ഇതിന് ഒരു പ്രശ്നമില്ല. നമ്മുടെ വീട്ടിലത്തെ പച്ചക്കറി വേസ്റ്റ്, നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റ് നമുക്കിതുപോലെ ഗ്രോ ബാഗിനകത്തൊക്കെ ഇട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതുണ്ട്, വേറെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കൃഷി ഇച്ചിരി കുറവാണ് എങ്കിലും നമ്മൾ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ കുറച്ച് കോവലുണ്ട് കണ്ടോണേ. ഇതിനകത്ത് നമുക്ക് കോവയ്ക്കായി വരുന്നുണ്ട്. ഇത് നാടൻ കോവല, ഇത് സാധാരണ വലിപ്പമുള്ള നാടൻ കോവലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പറിച്ചു വെച്ചാലും പെട്ടെന്ന് അഴുക്കൊന്നും ആകത്തില്ല. ഇപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചില കോവയ്ക്ക കണ്ടിട്ടുണ്ട്, ആകെ ചുവന്നു പോകും പെട്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ അല്ലാതെ നാടൻ കോവല നല്ല ടേസ്റ്റുള്ള നല്ല വെള്ളരിക്ക പോലെ ഇരിക്കുന്നത് കണ്ടിട്ട്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല നല്ല വീഡിയോകൾ, കൃഷി, എനിക്കുള്ള അറിവുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.